അല്ലെങ്കിൽ ഈ പ്രേമത്തിന്റെ കാര്യം നീ പരീക്കുട്ടിക്ക് ചോദിച്ചില്ല. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എനിക്ക് മലയാള സിനിമയിൽ വളരെ ബഹുമാനമുള്ള ഒരു ആക്ട്രസ് ആണ് മഞ്ജു വാര്യർ. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. നാളെ മമത മോഹൻദാസ് മഞ്ജു വാര്യനെതിരെ വരുന്നുണ്ടായിരുന്നു. മഞ്ജു വാര്യനെ എനിക്ക് ഇഷ്ടമാണ്. നീ കാര്യം എന്താന്ന് പറയടാ പൊന്നുമോനെ. പറയാം, സമയമാകുമ്പോ നമുക്ക് എല്ലാരോടും പറയാം. അവരെന്തെങ്കിലും ഒരിക്കൽ കല്യാണിക്കാൻ എന്നെ തയ്യാറാണെങ്കിൽ ഞാൻ കല്യാണിക്കാൻ തയ്യാറാണ്. ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ. അവരെന്തെങ്കിലും ഒരിക്കൽ കല്യാണിക്കാൻ എന്നെ തയ്യാറാണെങ്കിൽ ഞാൻ കല്യാണിക്കാൻ തയ്യാറാണ്. ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി. എനിക്ക് മാപ്പ് തരണം. എനിക്ക് അവർ വളരെ ഇഷ്ടമാണ്. അവര് അഭിനയം മാത്രമല്ല, എനിക്ക് ഭ്രാന്തോ എപ്പോ അവരെ ആസ് എ പേഴ്സൺ എനിക്ക് ഇഷ്ടമാണ്. അവരെ ആസ് എ പേഴ്സൺ എനിക്ക് ഇഷ്ടമാണ്. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? അവർക്ക് കുറച്ച് വൈരാഗ്യമുള്ളൂ. ദിലീപിനോടുള്ള ഭയങ്കര വൈരാഗ്യമാണ്. ഇങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പഠിക്കാൻ പഠിക്കുകയാണ്, നല്ല അഭിനേത്രിയാണ്. എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്? ഡാൻസ് ചെയ്യും, ബഹുമൂർ പ്രതിഭയാണ്. വളരെ സ്ട്രോങ് ലേഡിയാണ്. അല്ല, നീ എന്താ ഇവിടെ? പല സിനിമകളും പൊളിഞ്ഞിരിക്കുകയാണ്. ആരാണ് അയാൾ? ഒരു ഫ്രോഡാ. നീ എന്തിനാ ഇവനൊക്കെ ഇപ്പോ? ഞാൻ മഞ്ജുവിന്റെ ഫാദറിനോട് മന്ത്രനോട് സംസാരിച്ചിട്ടുണ്ട്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മഞ്ജു രണ്ടാമത് വന്നപ്പോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ലാലേട്ടനാണ്, മോഹൻലാലാണ്. കുടുംബത്തേക്ക് ഏറ്റവും കൊള്ളൂല അവന്. അവർ വളരെ ക്യൂട്ടാണ്, ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളോ, വളരെ സ്ലിമ്മാണ്. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. എനിക്ക് മഞ്ജുവിനെ വളരെ ഇഷ്ടമാണ്. ഞാൻ അവർക്ക് കാത്തിരിക്കാൻ തയ്യാറാണ്. എന്തെങ്കിലും ഒരിക്കൽ അവർ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. എനിക്ക് മഞ്ജുവിനെ വളരെ ഇഷ്ടമാണ്. ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഞാൻ ചിരിച്ചു പോയനെ. ഏയ്, അത് വേണ്ട. ഒരാദ്യത്തെ ഇടപാടെന്ന നിലയ്ക്ക് ഇത് തന്നെ ധാരാളമാണ്. എന്നാ പിന്നെ ഇറങ്ങിയല്ലേ? ശരിക്കും